കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു കൂട്ട് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക്, പ്രത്യേകിച്ച് മുളക് ചെടികൾക്കും വഴുതിനക്കും തക്കാളിക്കുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ധാരാളം ശാഖകൾ വന്ന് നിറയെ പൂവിടാനും നിറയെ കായ്ഫലം ലഭിക്കാനും ഉപകരിക്കുന്ന ഒരു എനർജി ബൂസ്റ്ററാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു രൂപ പോലും മുടക്കേണ്ടതില്ല എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുമാത്രമല്ല, നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. ഇവിടെ കാണുന്ന മുളക് ചെടികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഇലകൾക്ക് പോലും കുരുടിപ്പോ മുരടിപ്പോ വെള്ളിച്ച ശല്യമോ ഒന്നും വന്നിട്ടില്ല. നല്ല പച്ചപ്പോടെ ഉഷാറായിട്ടാണ് ചെടികൾ നിൽക്കുന്നത്. മുളക് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. നല്ല എരിവുള്ള മുളകാണിത്. ഇങ്ങനെ മുളക് തൈകളും തക്കാളിയും പയറും മറ്റു പച്ചക്കറികളും ഉഷാറായി വളരണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു ജൈവ കീടനാശിനി തയ്യാറാക്കിയാൽ മതി. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ഒരു കീടനാശിനി ഇപ്പോൾ തയ്യാറാക്കാനുള്ള കാരണം നമ്മുടെ ധാരാളം സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു സംശയമാണ്. അതായത് മുളക് ചെടികളിലെല്ലാം നിറയെ പൂവിരിഞ്ഞിട്ടും അതെല്ലാം കൊഴിഞ്ഞു പോകുന്നതിനുള്ള ഒരു പ്രതീതി പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ജൈവ ടോണിക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 1 ലിറ്റർ പച്ചവെള്ളമാണ് നമുക്ക് വേണ്ടത്. കഴിയുന്നതും ക്ലോറിനൊന്നും ചേരാത്ത വെള്ളം കിട്ടുകയാണെങ്കിൽ അതെടുക്കുക. വെള്ളം എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഇതിലേക്ക് വേണ്ടത് ചാരമാണ്. അത് വിറക് കത്തിച്ച ചാരമോ കരിയില കത്തിച്ച ചാരമോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ശുദ്ധമായ മഞ്ഞൾപ്പൊടിയുമാണ്. ഈ 3 ചേരുവകൾക്കും വേണ്ടി മറ്റൊന്നും നമുക്ക് പോവേണ്ടതില്ല. തീർച്ചയായും നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. അതാണ് ഞാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ ആദ്യം തന്നെ നാം എടുത്തു വെച്ച വെള്ളത്തിലേക്ക് ചാരം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ ചാരമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേരുവ ഒരിക്കലൂടെ പറയാം. 1 ലിറ്റർ വെള്ളമെടുത്ത് അതിലേക്ക് 2 സ്പൂൺ ചാരം ചേർത്തതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചാരവും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായി ഒന്ന് ലയിച്ച് ചേരട്ടെ. നല്ല പോലെ മിക്സായി എന്ന് തോന്നിയാൽ ഇതൊന്ന് അരിച്ചെടുക്കണം. പഴയ ചായ അരിപ്പ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അരിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഈഴ അകൽച്ചയുള്ള തുണി വെച്ചും അരിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ കൃഷി ആവശ്യത്തിനായി ഒരു ചായ അരിപ്പ മാറ്റി വച്ചിരിക്കുകയാണ്. ഇത് അരിച്ചെടുക്കാതെ നമ്മൾ സ്പ്രെയറിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രെയറിൻ്റെ നോസിലൊക്കെ കേടുവന്നു പോകും. അതുകൊണ്ട് അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ സ്പ്രെയറിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ സ്പ്രെയർ ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ തളിക്കുകയാണെങ്കിൽ പിന്നെ അരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇത് സ്പ്രെയറിലേക്ക് ഒഴിച്ച് പച്ചമുളകിലും തക്കാളിയിലും പയറിലും പൂവിടാതെയും പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്ന ചെടികൾക്കും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളിലും തണ്ടിലും തടത്തിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഴ്ച തോറും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കടുത്ത വെയിലുള്ളപ്പോഴും ഒരിക്കലും ഇത് സ്പ്രേ ചെയ്യരുത്. വൈകുന്നേരങ്ങൾ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദം. കീടബാധ കൂടുതലായി ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണ സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ. ഈ മിശ്രിതം ഇലകളിൽ നന്നായി ഒട്ടിപ്പിടിക്കാൻ വേണ്ടി 2-3 തുള്ളി ഹാൻഡ് വാഷോ ഡിഷ് വാഷോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ബാർ സോപ്പ് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നതും കൂടുതൽ ഗുണം ലഭിക്കാൻ നല്ലതാണ്. ഈ ഒരു കീടനാശിനി കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ കൂടി കേട്ടോളൂ. ഇലപ്പേന്, പച്ചത്തുള്ളൻ, വെള്ളീച്ച, മുഞ്ഞ തുടങ്ങിയ ചെറിയ ചെറിയ കീടങ്ങളെ നിയന്ത്രിക്കാൻ ഇത് മികച്ചതാണ്. മഞ്ഞൾപ്പൊടിക്ക് മികച്ചൊരു ആൻറ്റി ഫംഗൽ ഗുണമുള്ളതിനാൽ ചെടികളിലെ പൂപ്പൽ രോഗങ്ങൾ, ഇലപ്പുള്ളി രോഗം, ഇല മഞ്ഞളിപ്പ് രോഗം എന്നിവയെയും തടയാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ചാരത്തിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ചെടികൾക്ക് മികച്ചൊരു വളം കൂടിയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചാരം അമിതമായി ചേർത്താൽ മണ്ണിലെ അമ്ലത്വം pH ലെവൽ വ്യത്യാസപ്പെടാം. അതുകൊണ്ട് ചാരം ചേർക്കുമ്പോൾ അളവ് കൂടാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് ധൈര്യമായി എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. പപ്പായ തൈകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ വേപ്പിൻ തൈ, തക്കാളി, ഇത് വിഷമില്ലാത്ത ലായനിയാണ്. എല്ലാത്തിനും അടിച്ചു കൊടുക്കാം. പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നമുക്കിത് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും ചെയ്യുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.